ശ്രീ ഷാജി രാഘവൻ, BJP എങ്ങനെയാണ് കാണുന്നത്? അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് ഈ യാത്രയയപ്പ് ചടങ്ങിലെ പ്രതികരണം, അതേ തുടർന്നുള്ള നവീൻ ബാബുവിൻ്റെ മരണം, അതിലേക്ക് മാത്രമായിട്ടത് ചുരുക്കിയിട്ടുണ്ട്. അപ്പുറത്ത് ഈ അഴിമതി ആരോപണം ഉന്നയിച്ച, കൈക്കൂലി കൊടുത്തു എന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനിലേക്ക് അന്വേഷണം പോകാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമവും നടന്നിട്ടുണ്ട്. പ്രതി ചേർത്തിട്ടില്ല. ആ വ്യാജ കത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമില്ല. അപ്പോൾ CBI അന്വേഷണം എന്നുള്ളത് അവർക്ക് കൃത്യമായും അവർ ഈ സംശയകരമായ സാഹചര്യത്തിൽ തന്നെ ഉന്നയിച്ചൊരു കാര്യമല്ലേ? നേരത്തെ ഇപ്പോൾ നജാഫ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അവരെ കാത്തിരുന്നു എന്നുള്ളതും പാർട്ടിയുമായുള്ള ബന്ധം കണക്കിലെടുത്ത് കാണിച്ചൊരു മര്യാദയായി കാണുന്നു. നോക്കൂ സ്മൃതി, ഇവിടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നവീൻ ബാബു ബാക്കി നിർത്തിപ്പോയ കുടുംബത്തോട് കൊടും ചതിയാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ശ്രീ ഗോവിന്ദമാഷ് നേതൃത്വം കൊടുക്കുന്ന CPM നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത് കൊടും ചതിയാണ്. പത്തനംതിട്ട CPM ജില്ലാ നേതൃത്വം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് ചെയ്തിരിക്കുന്ന കൊടും ചതിയാണ്. കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ രാജൻ CPI നേതൃത്വം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത് കൊടും ചതിയാണ്. ഞാനിത് പറയാൻ കാരണം, നവീൻ ബാബു മരണപ്പെട്ട നാളുകളിൽ ആ വീടുകൾ സന്ദർശിച്ചുകൊണ്ട്, നവീൻ ബാബുവിൻ്റെ വീട് സന്ദർശിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അവിടെ തമ്പടിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ അവിടെ തമ്പടിച്ചുകൊണ്ട്, അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞവരാണ് ഇവരൊക്കെ തന്നെ. അന്ന് കേരളം ഇത് കണ്ടതാണ്. സത്യത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം അതിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. പിണറായി വിജയൻ്റെ പോലീസ് ഇത് അന്വേഷിച്ചാൽ നേര് തെളിയില്ല എന്നുള്ള കൃത്യമായ ബോധ്യം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുക. ഇതൊരു നിസ്സാര കാര്യമല്ല. ഞങ്ങളിത് അന്നേ സൂചിപ്പിച്ചിരുന്നു. ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇന്നിപ്പോൾ സ്മൃതി തന്നെ പറഞ്ഞു, ഇവിടെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലൈസൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളിൻ്റെ പേര്, പ്രശാന്ത് എന്ന് പറയുന്ന ഒരാളിൻ്റെ പേര് പറഞ്ഞു. പ്രശാന്ത് ഒരു പരാതി കൊടുത്തത് നമുക്കറിയാം. അവിടേക്കൊന്നും ഒരു അന്വേഷണം പോയിട്ടില്ല. അതേപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബം ഇതിൻ്റെ പ്രതിസ്ഥാനത്തെന്ന് അവർക്ക് കൃത്യമായി അവർ സംശയിക്കുന്ന, വ്യക്തമായി അവർ സംശയിക്കുന്ന, ഇത് ജില്ലാ കളക്ടറും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അവരുടെ ഫോൺ ഡാറ്റ ഉൾപ്പെടെ എന്തെങ്കിലും ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നാളിതുവരെ ചെയ്തതായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് ഇരയോടൊപ്പം നിൽക്കുകയും മറുഭാഗത്ത് വേട്ടക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ സമീപനം, ഇത് ഇന്നല്ലെങ്കിൽ നാളെ പൂച്ച് പുറത്തു വരുമെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ നോക്കൂ, എന്തുകൊണ്ടാണ് ഇവർക്ക് കോടതിയിൽ പോകേണ്ടി വന്നത്? വളരെ കൃത്യമായി അവർക്ക് ബോധ്യം വന്നിരിക്കുന്നത് ഈ പോലീസ് അന്വേഷിച്ചാൽ ഒരു കാരണവശാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരില്ല എന്നുള്ളതുകൊണ്ടാണ്. സ്മൃതി, ഇതൊരു ഗവൺമെൻറ് സ്പോൺസേഡ് കൊലപാതകമാണ്. ജയചന്ദ്രൻ സാറ് ഇത് കൊലപാതകം എന്നുള്ള നിലക്ക്, ഇത് ആത്മഹത്യയല്ല, അല്ലെങ്കിൽ ഇത് കൊലപാതകമാണെന്നുള്ള നിലക്കൊക്കെ ചിത്രീകരിച്ചാൽ കേസ് സ്ക്വാഷ് ചെയ്യപ്പെട്ടു പോകും, കേസിൻ്റെ ദുർബലമായി പോകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സാർ, അത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പിണറായി വിജയൻ്റെ പോലീസ് അന്വേഷിച്ചാൽ ഇതിങ്ങനെ സംഭവിക്കും, അതുകൊണ്ടാണ് അവർ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അവരുടെ ആവശ്യത്തിന് ഒരു സത്യസന്ധതയില്ലേ? എന്തേ ഇത് CPMന് മനസ്സിലാകാതെ പോകുന്നത്? എന്തേ ഗവൺമെൻറ്റിന് മനസ്സിലാകാതെ പോകുന്നത്? ഒറ്റക്കാര്യമേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇതിൻ്റെ കൃത്യമായ അന്വേഷണം നടന്നാൽ ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായി കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള വലിയ ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ ലോബിയുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സമുന്നതരായ ആൾക്കാരുണ്ട്. ഈ പെട്രോൾ പമ്പ് ഉൾപ്പെടെ ബിനാമി ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളുടെ നിരവധി കഥകൾ പുറത്തു വരും. അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം. പതിറ്റാണ്ടുകളായി അതിൻ്റെ സർവീസ് സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ് ശ്രീ നവീൻ ബാബു. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്ന നവീൻ ബാബുവിൻ്റെ സഹധർമ്മിണി ഭാര്യ, അവരിപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ ഇടതുപക്ഷ സർവീസ് സംഘടനകളിലെ പ്രമുഖ പ്രവർത്തകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പോലും പതിറ്റാണ്ടുകളായി CPMൻ്റെ ഭാഗമായി നിന്ന് ജീവിച്ച് പ്രവർത്തിക്കുന്ന ആ കുടുംബത്തിന് പോലും കേരളത്തിൻ്റെ മണ്ണിൽ ന്യായമായ നീതി ലഭിക്കുന്നില്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് പരാജയമെന്നുള്ള കാര്യത്തിൽ ഇതിനപ്പുറത്ത് വേറെന്താ വ്യാഖ്യാനം വേണ്ടത്?
അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ സത്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു മാന്യത, നവീൻ ബാബുവിൻ്റെ മരണത്തോട് ഒരു മാന്യത പുലർത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ കുടുംബത്തോട് നീതി പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരെ ഇനിയെങ്കിലും കോടതി വരാന്തെ കയറ്റി ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ സംസ്ഥാന ഗവൺമെൻറ് പരിശ്രമിക്കണം. കാരണം നമുക്കറിയാം, CBI അന്വേഷിക്കണമെങ്കിൽ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ കോടതി ഉത്തരവുണ്ടാവണം. എന്തിനാ ഈ കുടുംബത്തെ കോടതിയിൽ കയറ്റിയിറക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കൊലപാതകത്തിൽ സത്യസന്ധമായി അന്വേഷണം നടന്നാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ആഭ്യന്തര വകുപ്പിന് ബോധ്യമുണ്ടെങ്കിൽ, കണ്ണൂരെ CPM-ന് ബോധ്യമുണ്ടെങ്കിൽ, സംസ്ഥാനത്തെ CPM നേതൃത്വത്തിന് ബോധ്യമുണ്ടെങ്കിൽ, CPI-യുടെ മന്ത്രി ശ്രീ രാജന് ബോധ്യമുണ്ടെങ്കിൽ, എന്തേ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് തന്നെ? എന്തായാലും ഈ കുടുംബം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ച ഈ ഘട്ടത്തിലെങ്കിലും CBI അന്വേഷണത്തിൽ സംസ്ഥാന ഗവൺമെൻറ് തന്നെ തീരുമാനിക്കണം. ഇതാണ് BJPക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.